നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ഇസ്രായേൽ വിരുദ്ധ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ അവശേഷിക്കുന്ന അവസാനത്തെ ആളും ഹമാസിന്റെ സൈനിക വിഭാഗം തലവനുമായ ഇസുദ്ദീൻ അൽ ഹദാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച ഗാസ സിറ്റിയിലുണ്ടായ ശക്തമായ വ്യോമാക്രമണത്തിലാണ് ഹദാദ് കൊല്ലപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ സൂചന നൽകിയത്. തങ്ങളെ തടവിലാക്കാൻ നേതൃത്വം നൽകിയ ഭീകരൻ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ മുൻ ഇസ്രായേൽ ബന്ദികൾ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത്. ഇരുവിഭാഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ദുർബലമായ വെടിനിർത്തലിനിടെയാണ് ഗാസ സിറ്റിയിലെ റിമാൽ മേഖലയിലുള്ള ഒരു പാർപ്പിട സമുച്ചയത്തിന് നേരെ ആക്രമണമുണ്ടായത്. തകർന്നു വീണ കെട്ടിടത്തിൽ നിന്ന് പുകപടലങ്ങൾ ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസ് ഗാസ പ്രവിശ്യയുടെ കമാൻഡറും ഒക്ടോബർ 7 കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകരിൽ ഒരാളുമായ ഹദാദിനെ വധിക്കാൻ തങ്ങളാണ് ഉത്തരവിട്ടതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു. ആയിരക്കണക്കിന് ഇസ്രായേലി പൗരന്മാരെയും സൈനികരെയും കൊലപ്പെടുത്താനും തട്ടിക്കൊണ്ടുപോകാനും പീഡിപ്പിക്കാനും ഉത്തരവാദി ഹദാദാണെന്നും ഇസ്രായേൽ പ്രസ്താവനയിൽ ആരോപിക്കുന്നു. ദി ഗോസ്റ്റ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഹദാദിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മുൻപ് നടത്തിയ ഒന്നിലധികം വധശ്രമങ്ങളെയും അദ്ദേഹം അത്ഭുതകരമായി അതിജീവിച്ചിരുന്നു. തടവുകാരെ ക്രൂരമായ സാഹചര്യങ്ങളിൽ പാർപ്പിച്ചതും സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും ഇയാളാണ്. ഗാസയെ സൈനികരഹിതമാക്കാനും ഹമാസിന്റെ ആയുധങ്ങൾ താഴെ വെപ്പിക്കാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഹദാദ് വിസമ്മതിച്ചിരുന്നതായും ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കി. 2025 മെയ്യിൽ ഇസ്രായേൽ വധിച്ച കമാൻഡർ മുഹമ്മദ് സിൻവാറിന് പകരമായാണ് ഹദാദ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലപ്പത്തെത്തുന്നത്. പുതിയ ആക്രമണത്തെക്കുറിച്ചോ ഹദാദിന്റെ അവസ്ഥയെക്കുറിച്ചോ പ്രതികരിക്കാൻ ഹമാസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ US മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന് ശേഷം ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് നേതാവാണ് ഇയാൾ. ട്രംപിന്റെ യുദ്ധാനന്തര പദ്ധതികളെ ചൊല്ലി ഇരുപക്ഷവും തമ്മിലുള്ള ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ തുടരുന്നതിനിടയിലാണ് ഈ നിർണായക നീക്കം. ഒരു അപ്പാർട്ട്മെന്റും വാഹനവും ലക്ഷ്യമിട്ടുണ്ടായ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസയിലെ ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. മരിച്ചവരിൽ ഹദാദ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഹദാദ് ഒളിച്ചിരുന്ന അപ്പാർട്ട്മെന്റും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കാവുന്ന വാഹനം പിന്തുടർന്നുമാണ് ഇസ്രായേൽ വ്യോമസേന ഒരേ സമയം ആക്രമണം നടത്തിയത്. 3 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് 13 ബോംബുകളാണ് ഈ പ്രദേശത്ത് വർഷിച്ചതെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഹദാദ് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും ആക്രമണം വിജയകരമായിരുന്നു എന്നതിന്റെ പ്രാഥമിക സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും മുതിർന്ന ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ മുമ്പ് ഹമാസിന്റെ തടവിലായിരുന്ന ഇസ്രായേലി സൈനിക ലിറി അൽബാഗിന്റെ കുടുംബത്തെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നേരിട്ട് വിളിച്ച് ആക്രമണത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചു. ഒക്ടോബർ 7 നഹാൽ ഓസ് സൈനിക താവളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വനിതാ സൈനികരെ ഹദാദിന്റെ മേൽനോട്ടത്തിലാണ് തടവിൽ പാർപ്പിച്ചിരുന്നത്. ഹദാദിന്റെ മരണം സംബന്ധിച്ച വാർത്തകൾ ലിറി അൽബാഗ് സമൂഹ മാധ്യമങ്ങളിലൂടെ സന്തോഷം പ്രകടിപ്പിച്ചു. എല്ലാ നായ്ക്കൾക്കും ഒരു ദിവസമുണ്ട്, നീ വെറും ഒരു ഭീരുവായിരുന്നു എന്നായിരുന്നു ലിറിയുടെ അറബിയിലുള്ള കുറിപ്പ്. ഹദാദിന്റെ അധീനതയിലുള്ള തുരങ്കങ്ങളിലാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്നും ഹീബ്രു ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ചുരുക്കം ചിലരിൽ ഒരാളായതുകൊണ്ട് അയാൾക്ക് തടവുകാരുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്നുവെന്നും ലിറി ചാനൽ 12 ഓർത്തെടുത്തു. മറ്റു ഭീകരർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇതെന്നും അവർ കൂട്ടിച്ചേർത്തു. മറ്റൊരു മുൻ തടവുകാരി എമിലി ഡാമരിയും വാർത്തകളോട് സമാനമായ രീതിയിലാണ് പ്രതികരിച്ചത്. തന്റെ സുഹൃത്തുക്കളുടെ കൊലപാതകത്തിനും സ്വന്തം തട്ടിക്കൊണ്ടുപോകലിനും കാരണക്കാരനായ വ്യക്തിയുടെ അന്ത്യം വലിയൊരു ആശ്വാസമാണെന്നും അവർ പറഞ്ഞു. ഈ ഭീകരനെ വധിച്ച സുരക്ഷാ സേനയോട് നന്ദി രേഖപ്പെടുത്തുന്നതായും ദൈവസഹായത്താൽ ബാക്കിയുള്ള ഭീകരരെയും ഇസ്രായേൽ ഇല്ലാതാക്കുമെന്നും എമിലി പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്നാൽ ഈ ആക്രമണം നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാവി അപകടത്തിലാക്കുമെന്ന ആശങ്കയും ശക്തമാണ്. 1.5 ആഴ്ച മുമ്പ് തന്നെ ഹദാദിനെ വധിക്കാനുള്ള രാഷ്ട്രീയ അനുമതി ലഭിച്ചിരുന്നതായും കൃത്യമായ നിരീക്ഷണത്തിനൊടുവിലാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തി.
യുദ്ധകാലത്തുടനീളം ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വനിതാ സൈനികർ ഉൾപ്പെടെയുള്ള ബന്ദികളെ ഹദാദ് മനുഷ്യ കവചമാക്കിയതായും സൈന്യം ആരോപിക്കുന്നു. ഹമാസിനെ ആയുധമുക്തമാക്കാനുള്ള ശ്രമങ്ങൾക്കും ഹദാദ് വലിയ തടസ്സമായി നിന്നതിനാലാണ് ഇയാളെ വധിക്കാൻ നെതന്യാഹു അടിയന്തരമായി ഉത്തരവിട്ടതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന സൈനിക കമാൻഡറാണ് ഇസുദ്ദീൻ അൽ ഹദാദ്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായ യഹിയ സിൻവറും സഹോദരൻ മുഹമ്മദ് സിൻവാറും നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഹദാദ് ചുമതലയേറ്റത്. അൽ ഗസാമിന്റെ ഭൂതം എന്നറിയപ്പെട്ടിരുന്ന ഹദാദ് ഇസ്രായേലിന്റെ പല വധശ്രമങ്ങളിൽ നിന്ന് മുമ്പ് രക്ഷപ്പെട്ടിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇസ്രായേൽ $7,50,000 പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ 2 മക്കളും ഇതേ യുദ്ധത്തിൽ മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ ഓരോ കിലോമീറ്ററിലും സുരക്ഷാ പരിശോധനകൾ നടത്തുമ്പോഴും ഇങ്ങ് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും ചോരപ്പുഴ ഒഴുകുകയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം മാത്രം ഇസ്രായേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിലായി 850ഓളം പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ വലിയൊരു പങ്കും സ്ത്രീകളും കുട്ടികളുമാണ്. ഹദാദ് കൊല്ലപ്പെട്ട വെള്ളിയാഴ്ച മാത്രം ഗാസയിലുണ്ടായ മറ്റ് 2 ആക്രമണങ്ങളിൽ 3 സ്ത്രീകളും 1 കുട്ടിയും അടക്കം 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. ശനിയാഴ്ചയും അൽ ഷിഫ ആശുപത്രിക്ക് സമീപവും ജബാലി അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലും 3 പേർ കൂടി കൊല്ലപ്പെട്ടിരുന്നു. ഹദാദിന്റെയും കുടുംബത്തിന്റെയും ജനസംസ്കാരം ശനിയാഴ്ച സെൻട്രൽ ഗാസയിലെ അൽ അഖ്സ ശുഹദ മസ്ജിദിൽ വെച്ച് നടന്നു. ആയിരക്കണക്കിന് പലസ്തീനികളാണ് ഉഗ്രമായ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളോടെ വിലാപയാത്രയിൽ പങ്കെടുത്തത്. കമാൻഡർമാരെ കൊന്നൊടുക്കിയതുകൊണ്ട് തങ്ങളുടെ പോരാട്ട വീര്യം തകർക്കാനാകില്ലെന്നും പ്രതിരോധം കൂടുതൽ ശക്തമായി തുടരുമെന്നും ഹമാസ് വക്താക്കൾ സംസ്കാര ചടങ്ങിൽ വ്യക്തമാക്കി. അതേസമയം ഹമാസിന്റെ പ്രത്യാക്രമണങ്ങളിൽ ഇതേ കാലയളവിൽ 4 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന സൈനിക നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഹദാദിന്റെ മരണത്തോടെ ഹമാസിന്റെ സൈനിക കമാൻഡിൽ വലിയൊരു ശൂന്യതയാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയൊരു കമാൻഡറെ കണ്ടെത്തുക എന്നത് ഈ യുദ്ധ സാഹചര്യത്തിൽ ഹമാസിന് വലിയ വെല്ലുവിളിയായിരിക്കും. അമേരിക്കൻ ഉപരോധങ്ങളും മിഡിൽ ഈസ്റ്റിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹമാസ് കമാൻഡറുടെ വധം പശ്ചിമേഷ്യയെ കൂടുതൽ പ്രവചനാതീതമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയുമായും താൽക്കാലിക വെടിനിർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന വാശിയിലാണ്. നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഗാസയിൽ നിന്നും ഇസ്രായേൽ അതിർത്തികളിൽ നിന്നും കടുത്ത റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതായാലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും അന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ഭീകരരിൽ പലരും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ തേടിപ്പിടിച്ച് കൃത്യമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.